ഒരു പാസ്റ്ററാണ്. അതെനിക്കറിയാം. എനിക്ക് ചെറുപ്പത്തിലെ രോഗസൗഖ്യത്തിൽ കൂടാണ് ഞാൻ യേശു ക്രിസ്തുവിനെ അറിയാനിടയാത്തരുന്നത്. ഈ കിഡ്നി സംബന്ധമായ 2 വൃക്കകളും തകർന്ന് ഒരുപാട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തു. ഈ കൈക്ക് അല്ല, കിഡ്നി ഇത് ഇവിടെ ആയിരുന്നു അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിൽ കിടന്നു. അവസാനം ലാസ്റ്റ് മൊമെന്റ് പ്രയറിൽ കൂടെ, പ്രാർത്ഥനയിൽ കൂടെ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു. അങ്ങനെ ഒരു രക്ഷയുടെ അനുഭവം കിട്ടി. എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് രോഗസൗഖ്യം കിട്ടിയാലും അത് താൽക്കാലികമാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഒരു നിത്യജീവൻ തരുന്ന ഒരു അനുഭവം, രക്ഷയുടെ അനുഭവം എന്റെ ഉള്ളിലേക്ക് വന്നു. ഇപ്പൊ ഞാൻ പ്രാർത്ഥന കൊണ്ട് അപ്പൊ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുക, എത്ര രോഗസൗഖ്യം, ഏതൊക്കെ മതങ്ങൾ മെഡിറ്റേഷൻ ചെയ്താലും, ഏതൊക്കെ പാസ്റ്റർ പ്രാർത്ഥിച്ചാലും, ഏതൊക്കെ അച്ഛൻ പ്രാർത്ഥിച്ചാലും, സൗഖ്യം കിട്ടിയാലും ഒരു ദിവസം ഇവിടുന്ന് മരിക്കും. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന സകല രോഗങ്ങളും മെഡിറ്റേഷനിൽ കൂടെ ആണെങ്കിലും എന്താണെങ്കിലും ഒരു കാര്യം ഓർത്തോണം, അത് താൽക്കാലികമാണ്. അതിനപ്പുറത്ത് ഒരു നിത്യജീവൻ യേശു ക്രിസ്തുവിലൂടെ പ്രാപിച്ച ആ രക്ഷ എന്റെ അനുഭവത്തിലുണ്ട്. ഇന്നുകൊണ്ട് നാളെ രോഗം ബിബ്ലിക്കലി ഞാൻ വിശ്വസിക്കുന്ന പവിത്ര സംഗീതയായിരിക്കുന്ന ബൈബിൾ. പിന്നെ സാറേ ഒരു കാര്യം കൂടെ പറയാം. തട്ടിപ്പെന്ന് പറഞ്ഞ ഈ ഞാൻ പറയാം, ഇതിനകത്ത് രോഗസൗഖ്യത്തിന്റെ ഇടയിൽ ഇപ്പൊ സാറ് പറഞ്ഞ എല്ലാ പെന്തക്കോസുകാരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. 12 ശിഷ്യന്മാര് യൂദാ കള്ളനായിരുന്നു. അപ്പൊ എല്ലാരെയും ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല. മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് അറിയാം. ഇല്ല, മരുന്നില്ല. അപ്പൊ കിഡ്നി രോഗം ഉണ്ടായിരുന്നുള്ളതിന്റെ തെളിവ് വല്ലതും കയ്യിലുണ്ടോ? ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. കംപ്ലീറ്റ് ക്യൂർ ആയി എന്നുള്ള തെളിവുണ്ടോ? കംപ്ലീറ്റ് ക്യൂർ ആയി എന്നുള്ള തെളിവുണ്ടോ? എവിടെയാ ട്രീറ്റ് ചെയ്തത്? മുത്തൂറ്റായിരുന്നു ഹോസ്പിറ്റലിൽ. രാജൻ ഡോക്ടർ പത്തനംതിട്ട തിരുവല്ലയാണ് തട്ടിപ്പുകാരുടെ. ഞാൻ ആദ്യം പറഞ്ഞു ആദ്യം അദ്ദേഹത്തിന് രോഗം ഉണ്ടായിരുന്നുള്ള തെളിവ് കാണണം. അത് കഴിഞ്ഞ് അദ്ദേഹം ട്രീറ്റ് ചെയ്യാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് രോഗം മാറി എന്നുള്ള ഒരു തെളിവ് വേണം. ഈ തെളിവില്ലാതെ ഇവിടെ വന്നിരുന്നുകൊണ്ട് എന്നെ അങ്ങ് രക്ഷപ്പെടുത്തി. അങ്ങനെ പാപത്തിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞു, പാപത്തിൽ നിന്നാണ് രോഗമെന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥന കൊണ്ട് കിഡ്നി രോഗം സുഖപ്പെട്ടെന്ന് പറഞ്ഞാല് ഈ കിഡ്നി രോഗത്തിൽ ചികിത്സിച്ച ഡോക്ടർമാരെല്ലാം പണിപോകും. അതാണ്. അപ്പൊ അനുഭവത്തെ കണ്ടിക്കാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡ്. അല്ല, ഈ പെന്തക്കോസ്റ്റിന്റെ വിഷയം പറഞ്ഞതുകൊണ്ട് അതിനകത്ത് ഒരു